ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വളരെ ഈസിയായി മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. വെറും 2-3 മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണ്. അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതേ കപ്പിൽ തന്നെ വെള്ളവും കൂടി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കണം, എന്നാലാണ് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൊള്ളി വരുള്ളൂ. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മിക്സിയിൽ കൊണ്ടുവന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 മുട്ടയാണ്. അപ്പോൾ നിങ്ങൾ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 2 മുട്ട ചേർത്ത് കൊടുക്കണം, എന്നാലാണ് കൂടുതലും ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ബിസ്കോ സ്പൂൺ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കളറിന് വേണ്ടിയിട്ട് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചൂടായി കിടക്കുന്ന പാനിലേക്ക് നമുക്ക് ഒഴിച്ച് നൈസായിട്ട് തന്നെ കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടരുത്, കുറച്ചിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാൻ. എങ്കിലേ നമുക്ക് ഈ ഒരു ദോശ പൊള്ളി വരുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. കണ്ടല്ലോ, നല്ലപോലെ പൊള്ളി വരുന്നുണ്ട്. വളരെ നൈസായിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. വളരെ ഈസിയാണ്. വെറും 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ മടിയുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഇപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും.